മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് നാട്. വി.എസ്. ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്കും അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾക്കും മരണമില്ല. വി.എസ്. അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ധാർമ്മിക മാനദണ്ഡമായിരുന്നു. അഴിമതിക്കെതിരെയും ഭൂമാഫിയക്കെതിരെയും ക്വാറി മാഫിയക്കെതിരെയും പരിസ്ഥിതി നാശത്തിനെതിരെയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തായിരിക്കുമ്പോഴും ഒരേ തത്വനിഷ്ഠയോടെ നിലകൊള്ളാൻ കഴിഞ്ഞ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ അഭാവം ഇന്ന് ഒരു വ്യക്തിയുടെ അഭാവമായി മാത്രം അനുഭവപ്പെടാത്തത്. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അധികാരത്തോട് നിരന്തരം ചോദ്യം ചോദിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അഭാവമായാണ് കേരളം അത് അനുഭവിക്കുന്നത്. വി.എസിൻ്റെ വേർപാടിൻ്റെ 1ാം വാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നാടൊന്നാകെ. കഴിഞ്ഞ 35 വർഷമായി നെന്മണിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ചായക്കടയുടെ ചുവരുകളിൽ വി.എസിൻ്റെ കർമ്മപഥത്തിലെ വിവിധ ചിത്രങ്ങൾ കാണാൻ കഴിയും. നിരന്തരം രാഷ്ട്രീയ ചർച്ചകളുടെ വേദിയായ ഇവിടെ കഴിഞ്ഞ 4 വർഷങ്ങളിലായി വി.എസിൻ്റെ ജന്മദിനത്തിൽ പിറന്നാൾ സദ്യ വിളമ്പിയിരുന്നു. ചരമവാർഷിക ദിനത്തിൽ ചായക്കടയിലെത്തിയവർക്കും നാട്ടുകാർക്കും പായസം വിതരണം ചെയ്തും വി.എസിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും ഓർമ്മകൾ പങ്കുവച്ചും ഇവർ പ്രിയ നേതാവിനെ അനുസ്മരിച്ചു. വി.എസ്. ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണെന്ന് മഹാദേവ ചായക്കടയുടെ ഉടമ സന്തോഷ് പറഞ്ഞു. വി എസ് മരിച്ച ദിവസമാണ്. അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കണ്ണൊക്കെ നിറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ മാത്രമല്ല, ഇത് പുതുതലമുറ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി, ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയും, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് പുതിയ തലമുറ വളർന്നു വന്ന് ഈ നാടിന് ആവശ്യമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഒരു കാരണമാവട്ടെ. അപ്പോൾ നമ്മളിത് ഓർക്കുമ്പോഴല്ലേ ആരായിരുന്നു വി.എസ്. എന്ന് കുട്ടികളും ആൾക്കാർ പലപ്പോഴും ഈ മറന്നു പോകണല്ലോ പല ആൾക്കാരും. പക്ഷേ വി.എസിന് മറക്കാൻ പാടില്ല, വി.എസിന് എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു 4 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിറന്നാളിനാണ് ആഘോഷിക്കാറ്. ഈ വർഷം നമ്മൾ അത് ആളെ അനുസ്മരണ ദിനത്തിനായി. കാരണം ഇനിയിപ്പോൾ പിറന്നാളിന് പ്രാധാന്യമില്ല, ആളെ ഓർക്കണം എന്നും. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങൾ പറ്റാവുന്ന കൊല്ലങ്ങളൊക്കെ നമ്മളിത് ചെയ്യും. കാരണം അദ്ദേഹത്തെ മറക്കാൻ നമുക്ക് സാധിക്കില്ല. ജനങ്ങളുടെ ശബ്ദമായി ജീവിച്ച നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം കേരള രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ പുതുക്കാട് മണ്ഡലത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ പൊതുപ്രവർത്തകനായ കെ ചന്ദ്രൻ ഓർത്തെടുത്തു. സഖാവ് വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച് പറയാനായിട്ട് വാക്കുകളിലെ ആൾ അത്രയും. ഈ പുതുക്കാട് മണ്ഡലത്തിൽ തന്നെ ഈ അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ 10.5 ഏക്കറോളം ഭൂമി മിച്ചഭൂമി ഉണ്ട്. അത് പിടിച്ച് സംസ്ഥാന സർക്കാരിനെ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അളഗപ്പനർ ESI-കളിൽ ഉച്ചതിരിഞ്ഞ് കേരളത്തിൽ ESI ഒരു ഹോസ്പിറ്റലിലും ഡോക്ടർ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറും ഡോക്ടറുമായിരുന്ന ബീന മാഡത്തിന് ഞാനൊരു നിവേദനം കൊടുക്കുകയും അതിൻ്റെ ഫലമായി ബീന മാഡം അപ്പോൾ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായ വി.എസ്. അച്യുതാനന്ദനെ വിളിച്ച് സംസാരിക്കുകയും 3ാം ദിവസം കേരളത്തിൽ തൃശ്ശൂർ നമ്മുടെ അളഗപ്പനർ ESI-ൽ ഒരു MD പാസ്സായ ഡോക്ടറെ നിയമിക്കുകയും ചെയ്തു. ഇതിലും ഇതുപോലെ വളരെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരു നേതാവിൻ്റെ വിയോഗം മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം കൂടിയാണ് വി.എസിൻ്റെ വേർപാട്. ലാളിത്യവും സത്യസന്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമാണ് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ അനശ്വരനാക്കിയത്. വി.എസിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വി.എസ്. എന്ന ദ്വയാക്ഷരം കേരളത്തിൻ്റെ ശബ്ദമായിരുന്നു. അധികാരത്തേക്കാൾ ആശയങ്ങൾക്ക് വില നൽകിയ മനുഷ്യൻ. തൊഴിലാളികളുടെ വിയർപ്പിനും കർഷകൻ്റെ അധ്വാനത്തിനും വില നൽകി അവരുടെ ശബ്ദമായി ജീവിച്ച മനുഷ്യൻ. അതെ, വി.എസിനെ നമുക്ക് മറക്കാനാകില്ല. വി.എസ്. ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും പോരാട്ടവീര്യവും വരും തലമുറകൾക്കും പ്രചോദനമാകട്ടെ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.